മാർത്താണ്ഡവർമ്മ ദേശിങ്ങനാടിനെ തിരുവിതാംകൂറിനോട് ചേർക്കുകയും രാജാവിനെ തിരുവനന്തപുരത്ത് തടവുകാരനായി പാർപ്പിക്കുകയും ചെയ്തത് കേരളത്തിൻ്റെ മറ്റു ഭാഗങ്ങളിൽ വലിയ ക്ഷോഭത്തിന് കാരണമായി. ചരിത്രപുരാതനമായ ഒരു രാജ്യം ഇങ്ങനെ ലയിപ്പിച്ചതിന് ശേഷം കേരളത്തിലുണ്ടായ സംഭവവികാസങ്ങൾ എന്തെല്ലാമാണെന്ന് ഇന്നത്തെ വീഡിയോയിൽ നോക്കാം. കൊല്ലം രാജാവിനെ മോചിപ്പിച്ച് അദ്ദേഹത്തെ വീണ്ടും അധികാരിയായി വാഴിക്കുന്നതിന് വടക്കൻ രാജാക്കന്മാർ ഒരു സഖ്യമുണ്ടാക്കി. ഈ സഖ്യത്തിൻ്റെ നേതൃത്വം വഹിക്കുന്നതിന് ഡച്ചുകാരോട് അപേക്ഷിക്കാൻ കായംകുളത്തെ മന്ത്രിയായ ഈശ്വരപ്പട്ടർ കൊച്ചിക്ക് പോയി. എന്നാൽ മാർത്താണ്ഡവർമ്മയുടെ ഉദ്ദേശം ശരിക്കും മനസ്സിലാക്കാതിരുന്ന ഡച്ചുകാർക്ക് കേരള രാജാക്കന്മാർ തമ്മിൽ അടിക്കുന്നത് വളരെ സന്തോഷമുള്ള കാര്യമായിരുന്നു. തമ്മിലടിച്ച് പിരിയുമ്പോൾ എല്ലാവരുടെയും മേൽ അവർക്ക് നിയന്ത്രണം ഏർപ്പെടുത്താമെന്നായിരുന്നു അവരുടെ പ്രതീക്ഷ. അതിനാൽ വടക്കൻ സഖ്യത്തിന് അവർ കാര്യമായ പിന്തുണ നൽകിയില്ല. രാജ്യങ്ങൾ പടവെട്ടിപ്പിടിച്ച് ലയിപ്പിക്കുന്ന പുതിയ യുദ്ധരീതിയുടെ ഫലം അവർ മനസ്സിലാക്കിയിരുന്നുമില്ല. അതുപോലെ തന്നെ പുരാതന കേരള യുദ്ധമുറ പ്രകാരം പ്രഭുക്കന്മാരുടെ കാര്യക്ഷമതയില്ലാത്ത പട്ടാള സംഘങ്ങൾക്കു പകരം തിരുവിതാംകൂറിൽ രൂപപ്പെട്ടുകൊണ്ടിരുന്ന സൈനിക രീതിയുടെ ശക്തിയും അവർ അറിഞ്ഞിരുന്നില്ല. ഡച്ചുകാരുടെ സഹായമില്ലാതിരുന്നെങ്കിലും കായംകുളം, പുറക്കാട്, വടക്കങ്കൂർ, കൊച്ചി എന്നീ രാജാക്കന്മാർ കായംകുളം രാജാവ് സംഘടിപ്പിച്ച വടക്കൻ സഖ്യത്തിന് പിന്തുണ നൽകിയിരുന്നു. ഈ സമയത്ത് കൊല്ലം രാജാവ് തിരുവനന്തപുരത്ത് നിന്ന് രക്ഷപ്പെടുകയും കായംകുളത്ത് എത്തിച്ചേരുകയും ചെയ്തു. അദ്ദേഹത്തിൻ്റെ നേതൃത്വത്തിൽ ഉടൻ തന്നെ വലിയൊരു സേന കൊല്ലത്തേക്ക് നീങ്ങുകയും അറുമുഖം പിള്ളയുടെ നേതൃത്വത്തിലുള്ള തിരുവിതാംകൂർ സൈന്യത്തെ തോൽപ്പിക്കുകയും ചെയ്തു. ഈ യുദ്ധത്തിൽ മാർത്താണ്ഡവർമ്മ പരാജയപ്പെടുകയും കൊല്ലം രാജാവ് വീണ്ടും അധികാരത്തിലേറുകയും ചെയ്തു. യുദ്ധം അവസാനിപ്പിക്കാൻ താൽപ്പര്യമില്ലാതിരുന്ന മാർത്താണ്ഡവർമ്മ തൻ്റെ സൈന്യത്തെ പുനഃസംഘടിപ്പിക്കുകയും 5 തെങ്ങിലും ഇടവയിലുമുള്ള ഇംഗ്ലീഷ് കച്ചവടക്കാർ മുഖേന ധാരാളം പുതിയ യുദ്ധസാമഗ്രികൾ വാങ്ങുകയും ചെയ്തു. സൈനിക പുനഃസംഘടന പൂർത്തിയായപ്പോൾ മാർത്താണ്ഡവർമ്മ യുദ്ധത്തിനിറങ്ങി തൻ്റെ സൈന്യത്തെ 2ആയി തിരിച്ച് ഒരേ സമയം തന്നെ കായംകുളവും കൊല്ലവും ആക്രമിച്ചു. കൊല്ലത്തെ യുദ്ധം ജയിച്ചെങ്കിലും കായംകുളത്ത് വെച്ച് തിരുവിതാംകൂറിന് പരാജയപ്പെടേണ്ടി വന്നു. 1734 നടന്ന യുദ്ധത്തിൽ കായംകുളം രാജാവ് വെടിയേറ്റു മരിച്ചു. സ്ഥാനാരോഹണം ചെയ്ത അദ്ദേഹത്തിൻ്റെ അനുജൻ യുദ്ധം തുടരുകയും മാർത്താണ്ഡവർമ്മയെ തോൽപ്പിക്കുകയും ചെയ്തു. പരാജയങ്ങൾ സംഭവിച്ചെങ്കിലും വിദേശീയ കൂലിപ്പട്ടാളത്തെ സംഘടിപ്പിച്ച് കേരള രാജാക്കന്മാരെ തോൽപ്പിക്കണമെന്ന് അദ്ദേഹം തീരുമാനിച്ചു. അതിനായി തൻ്റെ വിശ്വസ്ത സേവകനും തന്ത്രശാലിയുമായ രാമയ്യൻ എന്ന ബ്രാഹ്മണനെ ഒരു മറവപ്പട സംഘടിപ്പിക്കാൻ തിരുനെൽവേലിക്ക് അയച്ചു. പൊന്നുപാണ്ഡ്യദേവൻ എന്ന മറവ പ്രമാണിയെ 1000 കുതിരപ്പട്ടാളക്കാരോടുകൂടി രാമയ്യൻ കൊണ്ടുവന്നു. ഈ സേനയുടെ പിന്തുണയോടുകൂടി മാർത്താണ്ഡവർമ്മ കായംകുളം ആക്രമിച്ചെങ്കിലും വീണ്ടും അദ്ദേഹത്തിന് പരാജയപ്പെടേണ്ടി വന്നു. തുടർന്നുണ്ടായ സമാധാന ഉടമ്പടി പ്രകാരം കൊല്ലം രാജാവ് വീണ്ടും അധികാരത്തിൽ വന്നു. എന്നാൽ സമാധാനം നിലനിർത്തണമെന്ന് യാതൊരു താല്പര്യവുമില്ലാത്ത മാർത്താണ്ഡവർമ്മ 1734 കൊല്ലത്തിന് തൊട്ട് കിഴക്കുള്ള ഇളയിടത്ത് സ്വരൂപം പിടിച്ചടക്കി. കൊല്ലം രാജാവിൻ്റെ മരണത്തെ തുടർന്ന് ദത്തെടുപ്പിൻ്റെ അവകാശത്തിൽ കായംകുളം രാജാവ് ആ പ്രദേശം കൈവശപ്പെടുത്തി. ദത്തെടുപ്പിനോട് നേരത്തെ തന്നെ താല്പര്യമില്ലാത്ത മാർത്താണ്ഡവർമ്മ കൊല്ലം തനിക്ക് വേണമെന്ന് ആവശ്യപ്പെട്ടു. വീണ്ടും യുദ്ധം ആരംഭിക്കുമെന്നായപ്പോൾ ഡച്ച് കമ്പനിയും ഇടപെട്ടു. ഇളയിടത്ത് സ്വരൂപം കൈവശപ്പെടുത്തിയതിൽ പ്രതിഷേധിച്ചും കായംകുളം ആക്രമിക്കരുതെന്ന് താക്കീത് ചെയ്തും ഒരു ദൂതനെ കമാൻഡർ മാർത്താണ്ഡവർമ്മയുടെ അടുത്തേക്ക് അയച്ചു. ഡച്ചുകാരുടെ ശക്തിയെക്കുറിച്ച് അധികമൊന്നും മാർത്താണ്ഡവർമ്മയ്ക്ക് അറിയില്ലായിരുന്നു. കേരളത്തിൻ്റെ ചില ഭാഗങ്ങളിൽ ഡച്ചുകാർ ആധിപത്യം അവകാശപ്പെട്ടിരുന്നു. തീരപ്രദേശത്ത് ആയുധശക്തി കൊണ്ട് ആധിപത്യം അടിച്ചേൽപ്പിക്കാൻ അവർ ശ്രമിച്ചുകൊണ്ടിരുന്നു. ഇതൊന്നും മാർത്താണ്ഡവർമ്മ അറിഞ്ഞിരുന്നില്ല. കേരളത്തിലെ രാഷ്ട്രീയ കാര്യങ്ങളിൽ തലയിടാതെ ഡച്ച് കമ്പനി സ്വന്തം കാര്യം നോക്കി ജീവിച്ചു കൊള്ളാൻ ആവശ്യപ്പെട്ടുകൊണ്ടുള്ള ഒരു മറുപടി അദ്ദേഹം മാറ്റന് അയച്ചു കൊടുത്തു. ഇത് ഡച്ചുകാരെ അരിശം കൊള്ളിച്ചെങ്കിലും ജാവയിലെ ആഭ്യന്തര കലാപം മൂലം അവർക്ക് ഉടൻ തിരുവിതാംകൂർ ആക്രമിക്കുക അസാധ്യമായിരുന്നു.
കായംകുളത്തിനോട് പുതിയ യുദ്ധം തുടങ്ങാൻ പമ്പിച്ച സജ്ജീകരണങ്ങൾ ചെയ്യുന്നതിന് ഇത് മാർത്താണ്ഡവർമ്മയ്ക്ക് അവസരം നൽകി.